മലപ്പുറം മാത്രമല്ല, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഈ പശ്ചിമഘട്ടത്തിനോട് ചേർന്നുകൊണ്ട് ഈ ഒരു ബെൽറ്റ്, അതിൽ കോഴിക്കോടുണ്ട്, മലപ്പുറമുണ്ട്, പാലക്കാടുണ്ട്. ആ ഒരു ബെൽറ്റിൽ ഇതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമ്മളിത് കണ്ടെത്തുന്നത് കൊണ്ടാണല്ലോ, ഈ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്നത് കൊണ്ടാണ് നമ്മൾ രോഗം കണ്ടെത്തുന്നതും ചികിത്സ നൽകുന്നതും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതും. അപ്പോൾ അതുകൊണ്ടുള്ള മെച്ചം എന്താണ് എന്ന് ചോദിച്ചാൽ, 2023 കോഴിക്കോട് ഔട്ട് ബ്രേക്കാണ്. അതിൻ്റെ ഫലമാണ് ഇതിൻ്റെ മെച്ചമായിട്ട് നമുക്ക് പറയാനുള്ളത്. ലോകത്ത് തന്നെ നിപ്പായുടെ മരണനിരക്ക് 90%, 70% താഴെ കുറഞ്ഞിട്ടേയില്ല. ഏറ്റവും കൂടുതൽ 95%, 98% ഒക്കെയാണ് മരണനിരക്ക്. അപ്പോൾ 100 പേർക്ക് രോഗം ഉണ്ടായാൽ 98 പേരും മരിക്കുന്നതാണ്, അല്ലെ 95 പേരും മരിക്കുന്നതാണ് ആഗോളതലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഇതുണ്ടായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ. പക്ഷെ 2023 കോഴിക്കോട് നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായപ്പോൾ, വ്യാപനം ഉണ്ടായപ്പോൾ മരണനിരക്ക് 33% പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. ലോക ചരിത്രത്തിലില്ല, നിപ്പയുടെ ചരിത്രത്തിൽ 2023 അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം തന്നെ രോഗം കണ്ടെത്തി, രോഗിക്ക് ആവശ്യമായിട്ടുള്ള ആന്റിവൈറൽ ഡ്രഗ്സ് നൽകി. ഒരു ഔട്ട് ബ്രേക്ക് നിലനിൽക്കുമ്പോൾ തന്നെ ഇൻഡെക്സ് കേസ് കണ്ടെത്തുകയാണ്, ആദ്യത്തെ കേസ് കണ്ടെത്തി. അതുപോലെ ആന്റിവൈറൽ ഡ്രഗ്സ് നൽകി. ഇപ്പോൾ ഈ പാലക്കാട് രോഗി പേഷ്യൻ്റ് ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലോ. നമ്മൾ മോണോക്ലോണൽ ആന്റിബോഡി നൽകി. ഇന്ന് രാവിലെയാണ് രണ്ടാമത്തെ ഡോസ്. ഇന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങി 12 മണിയായപ്പോൾ മോണോക്ലോണൽ ആന്റിബോഡി കൊടുത്തു കഴിഞ്ഞു, രണ്ടാമത്തെ ഡോസും. കഴിഞ്ഞ ദിവസം 1ാം ഡോസ് കൊടുത്തിരുന്നു. അപ്പോൾ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. അതുപോലെ രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു സംവിധാനം ആ നിലയിൽ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് കാണാനായിട്ട് കഴിയും. ഇവിടെ നമ്മൾ കേസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വവ്വാലുകളാണ് ഇതിൻ്റെ സ്രോതസ് എന്നുള്ളത് നമുക്കറിയാം. എവിടെയും ഉണ്ടാകാം, എവിടെയും അത് ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ്. ശരി, താങ്ക് യു. അദ്ദേഹം അങ്ങനെ പറയുന്നത്, അദ്ദേഹം അങ്ങനെ പറയില്ല. അത് എന്ന് പോയി എന്നുള്ളതാണ്. എന്താ 2019 അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം അങ്ങനെ പൊതുജനാരോഗ്യ സംവിധാനത്തിനെതിരെയുള്ള ആക്രമണത്തിനെതിരെയാണ് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ട്. ഇന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് പൊതുജനാരോഗ്യ സംവിധാനത്തിനെതിരെയുള്ള ആക്രമണത്തിനെതിരെയാണ് അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിപ്പ 33% അതിൻ്റെ മരണനിരക്ക് ലോകത്തൊരു ഭൂപ്രദേശത്തെ ഉണ്ടായിട്ടുള്ളൂ, അത്രയും കുറച്ചിട്ടുള്ളൂ. ആ ഭൂപ്രദേശത്തിൻ്റെ പേര് കേരളം എന്നാണ്, 2023. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നതും തീർച്ചയായിട്ടും ഈ ദിവസം രാവിലെയും വൈകിട്ടും എന്ന പോലെ നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നതും ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ, രോഗവ്യാപനം ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ മികവ്. അത് തീർച്ചയായിട്ടും ആ നിലയിൽ മെച്ചപ്പെട്ടതാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം.